ഹലോ ഫ്രണ്ട്സ്, ടിഡീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മമ്മേൻ്റെ വീട്ടിൽ ഗണപതി ഹോമമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ രാവിലെ തന്നെ 4 മണിയാകുമ്പോഴത്തേന് നീറ്റിരുന്നു കേട്ടോ. മാമൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടി കൊണ്ടും ഈ വെള്ളപ്പൊടി കൊണ്ടൊക്കെ എന്തോ ചെയ്യായിരുന്നു. ഞങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കി നിരീക്ഷിക്കായിരുന്നു. ബാക്കിയുള്ള എല്ലാ പണികളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പൂവും വിളക്കൊക്കെ റെഡിയാക്കി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോമിക്കാനുള്ള പ്രസാദം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഓരോ ഭാഗത്ത് വെച്ചു. ഗാനചതുരായ ഗാനപ്രാണായ ഗാനാന്തരാത്മനേ ഗാനോത്സുകായ ഗാനമത്തായ ഗാനോത്സുകമനസേ ഗുരുപൂജിതായ ഗുരുദൈവതായ ഗുരുകുലസ്ഥായിനേ ഗുരുവിക്രമായ ഗുഹ്യപ്രവരായ ഗുരവേ ഗുണഗുരവേ ഗുരുദൈത്യകലക്ഷേത്രേ ഗുരുധർമ്മസദാരാധ്യായ ഗുരുപുത്ര പരിത്രാത്രേ ഗുരുപാഖണ്ഡഖണ്ഡകായ ഗീതസാരായ ഗീതതത്വായ ഗീതഗോത്രായ ധീമഹി മനചതുരായ ഗാനപ്രാണായ ഗാനാന്തരാത്മനേ ഗാനോത്സുകായ ഗാനമത്തായ ഗാനോത്സുകമനസേ. അങ്ങനെ ഒരു 6 മണിയായപ്പോൾ എല്ലാം കഴിഞ്ഞു. നിച്ചു നേരത്തെ നീറ്റിട്ടുണ്ട്. അതുകൊണ്ട് അവന് ഉറക്കം വന്നപ്പോൾ അവനവിടെ കിടന്നു. പിന്നെ മാമേ പ്രസാദമൊക്കെ തന്നു, തീർത്ഥം തന്നു, പൂവ് ഒക്കെ തന്നു. കുഞ്ഞിനൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് ജിത്തു മാമേ. പിന്നെ മാമൻ അവിടെയൊക്കെ തീർത്ഥം തളിച്ചിട്ടോ. പിന്നെ പ്രസാദം തിന്നണ ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2-3 പ്രാവശ്യം വാങ്ങി. കുഞ്ഞു അത് അവൻ്റെ ബാറ്റാന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. നിവിൻ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞ് ഓടുകയാണ് കേട്ടോ. പിന്നെ ധ്രുവ് ആ ബാറ്റ് കൊണ്ട് കുറേ നേരം നിന്നു. ഞങ്ങൾ ലാസ്റ്റ് ഉരുളിയിൽ നിന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചായ കുടിച്ചു. ഇത് വേദ കേട്ടോ ഈ ഹായ് വേദ ഹായ് പറയണുണ്ടപ്പോൾ കുഞ്ഞു ഹായ് പറഞ്ഞു. അങ്ങനെ വല്യമ്മായി കേട്ടോ ഉച്ചയ്ക്ക് ഫുഡിൻ്റെ ഐറ്റംസ് റെഡിയാക്കുകയാണ്. പിന്നെ വൈകിട്ട് കണ്ട കാഴ്ചയാണ്. ഫുള്ള് പാടത്തെ മയിലാണ്. വൈകിട്ടും പൂജ ഉണ്ട് കേട്ടോ. അങ്ങനെ വൈകിട്ട് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ വൈഷ്ണവ കേട്ടോ കർപ്പൂരമൊക്കെ കത്തിക്കണത്. ജിത്തുമാമനും മിനുമാമനും സുമേഷ് മാമനും എല്ലാവരും കളം വരയ്ക്കുന്നുണ്ട്. ധ്രുവും നിവിനും അവിടെ ഭയങ്കര കളിയാട്ടോ. പക്ഷെ നിവിൻ ഇടയ്ക്കൊക്കെ സഹായിക്കുന്നുണ്ട്. കുഞ്ഞു നിവിൻ്റെ പിന്നാലെ നടക്കുക കേട്ടോ. പിന്നെ അവനെ പിടിച്ചിട്ട് നാമം ചൊല്ലാൻ ഇരുത്തി. എന്നാലും അവൻ നീറ്റ് പോവും. പിന്നെ എല്ലാവരും നാമം ചൊല്ലാൻ വെയിറ്റിംഗ് ആണ്. കാരണം കുറച്ചും കൂടെ ടൈം കഴിഞ്ഞാലാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ചിരാത് കത്തിച്ചു. പിന്നെ പുറത്തുള്ള പരിപാടികളായിരുന്നു. അങ്ങനെ ഇത് വിനുമാമ അകത്ത് പൂജ ചെയ്യുക കേട്ടോ. കുറേ ആൾക്കാർ വന്നു. പിന്നെ അവിടെ ഞങ്ങളൊക്കെ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കണ്ട സന്തോഷം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മിന്നു ചേച്ചിയും കണ്ണനും വന്നു. അപ്പോൾ ധ്രുവിന് മിന്നു ചേച്ചിനെ തന്നെ മതി, ഞങ്ങൾ ആരും വേണ്ട. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.